ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിനുദാസൻ പാസ്റ്റർ VT ജോസഫ് അവരുടെ അങ്ങോട്ട് ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. മനസ്സിൽ വന്നു വാഴും നിൻ മഹത്വ പ്രത്യാശയെ എൻ മനസ്സിൽ വന്നു വാഴും നിൻ മഹത്വ പ്രത്യാശയെ നീ വളർന്നു ഞാൻ കുറഞ്ഞു നിന്നിൽ മറഞ്ഞു ഞാൻ മായണം. നീ വളർന്നു ഞാൻ കുറഞ്ഞു നിന്നിൽ മറഞ്ഞു ഞാൻ മായണം. അൻപോ നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദസേവായൻ ആശയൻ. അൻപോ നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദസേവായൻ ആശയൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ മകനീയമായി ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസനും കുടുംബത്തിനും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം വീണ്ടും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു തിരുവചന വേദഭാഗം വായിക്കാം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. മതി. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ പൗലോസ് ഓർപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട്. പല പല ആഗ്രഹങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിലുണ്ട്. ആഗ്രഹങ്ങളില്ലാത്ത പ്രിയപ്പെട്ടവർ വളരെ തുലവും ചുരുക്കമാണ്. അവർക്ക് പ്രത്യേകാൽ ഒന്നും പറയുവാൻ കാണേയില്ല. നിങ്ങൾ ഈ അയർലൻഡിൽ വന്നതിന് തന്നെ ഒരു പ്രത്യേക ആഗ്രഹമുണ്ടായിരുന്നു. മുൻകാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ നിങ്ങളിവിടേക്കൊക്കെ കടന്നു വരുവാനിടയായി തീർന്നു. പല നിലകളിലുള്ള ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുമെങ്കിലും ദൈവീയമായ ആഗ്രഹങ്ങൾ പല പ്രിയപ്പെട്ടവരിലും കുറവാണ്. നിത്യതയെക്കുറിച്ച് നിത്യതയിലെത്തണമെന്നുള്ള ആ ചിന്താഗതി പല പ്രിയപ്പെട്ടവരിലും ഈ നാളുകളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ലോകത്തിലുള്ളത്. അതിനാണ് പലപ്പോഴും നാം മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഈ വായിച്ച വേദവാക്യത്തിൽ പൗലോസിൻ്റെ ഈ ഒരു അധ്യായം നാം വായിക്കുമ്പോൾ, 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ അവന് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ 20-ാം വാക്യം, അവൻ്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് മഹിമപ്പെടണം, ദൈവം എൻ്റെ ജീവിതത്തിലൂടെ മഹിമപ്പെടണം. ഈ സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരന്മാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എത്ര പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു വലിയ താല്പര്യമുണ്ട്. ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ
കർത്താവ് മഹിമപ്പെടണമെന്ന് ഒരു താല്പര്യമുള്ള എത്ര ദൈവമക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം നാം വായിക്കുമ്പോൾ 21 വാക്യം കൂടെ വായിച്ച്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഞാൻ ജീവിച്ചാലും ഞാൻ മരിച്ചാലും അത് ദൈവത്തിന് വേണ്ടിയായിരിക്കണം. എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എത്ര നാൾ ദൈവത്തിന് വേണ്ടി നിന്നു എന്നാണ് നാം ചിന്തിക്കേണ്ടുന്നത്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവനാമം മഹിമപ്പെടണം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ മഹിമപ്പെടുവാൻ ഇടയായിത്തീരണം. അതിൻ്റെ പിന്നിൽ ഒരു പക്ഷെങ്കിൽ പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നു വരാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്ന് 26-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം അബിമലേക്കും സ്നേഹിതനായ അബിമലേക്കും ഗെരാരിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്നു. ഇസ്ഹാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കൽ വരുന്നു? നിങ്ങൾ എന്നെ ദേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ അയച്ചു കളഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അതിനെ അവർ, യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. മതി. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ ദാസനായ ഇസ്ഹാക്കിനെ മറ്റുള്ളവർ ദേഷിച്ചു. അബീമേലെക്കും കൂട്ടരും അവനെ ദേഷിച്ചു. അവൻ്റെ പിതാവായ അബ്രഹാം കുഴിച്ച കിണർ ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞത്, ഉപയോഗശൂന്യമായി തീർന്നത്, വീണ്ടും ഇസ്ഹാക്ക് കുഴിച്ചപ്പോൾ ശത്രുക്കൾ കടന്നു വന്ന് അതിനെ അവകാശം പറഞ്ഞു. ശത്രു അവകാശം പറഞ്ഞപ്പോൾ തിരിച്ച് ഒരു അവകാശം പറയാതെ അവൻ അവിടുന്ന് മാറിപ്പോയി വേറെ കിണറുകൾ കുഴിച്ചു. പല കിണറുകൾ അവൻ കുഴിച്ചുവെങ്കിലും ഏറ്റവും ഒടുവിൽ അവൻ കുഴിച്ച കിണറിന് അബീമേലെക്യർ വന്ന് അവകാശം പറഞ്ഞില്ല. ആ ആണ്ടിൽ അവൻ വിതച്ചു 100 മേനി അവന് വിളവ് കിട്ടി. പക്ഷേ കഴിഞ്ഞ നാളിൽ നിന്ദിച്ച ശത്രു, കഴിഞ്ഞ നാളിൽ അവനെ പരിഹസിച്ചവർ, കഴിഞ്ഞ നാളിൽ അവനെ ദുഷിച്ചവർ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, അവൻ്റെ ജീവിതത്തിൽ ദൈവമുണ്ട് എന്ന്. നാം വായിച്ച വാക്യത്തിൽ അതാണ് കാണുവാൻ കഴിയുന്നത്. നിന്റെ കൂടെ ദൈവമുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടുവന്ന, ഊഹാഭോഗമുണ്ടെന്നല്ല പറഞ്ഞത്, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് വ്യക്തമായി ഞങ്ങൾ കണ്ടു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മോടുകൂടെ ദൈവമുണ്ടെന്ന് വ്യക്തമായി മറ്റുള്ളവർ മനസ്സിലാക്കണം. നിന്റെ പ്രവൃത്തിയിൽ, നിന്റെ ജോലി കാര്യങ്ങളിൽ, നിന്റെ ഇടപാടുകളിൽ, നിന്റെ സംസാരങ്ങളിൽ, നിന്റെ പ്രവൃത്തികളൊക്കെ ദൈവമുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പത്രോസ് ഒരിക്കൽ പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാകുന്നു. ഞങ്ങളെ വായിക്കുന്നവർ ഞങ്ങളിലൂടെ ആരെ വായിക്കണം? ക്രിസ്തുവിനെ വായിപ്പാനിടയായി തീരണം. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ കണ്ട് നമ്മുടെ കർത്താവിനെ മനസ്സിലാക്കുവാൻ ഇടയായി തീരണം. പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ശൂലേംകാരത്തി അവിടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ അവൾ വെളിയിലേക്ക് നോക്കുമ്പോൾ ആ വഴിയായി കൂടെ ഒരു പുരുഷൻ കടന്നു പോകുന്നു. അവൾ ആ പുരുഷനെ ശ്രദ്ധിച്ചു, വളരെ ശ്രദ്ധിച്ചു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ പുരുഷൻ ഒരു ദൈവപുരുഷനാണ്. അവിടെ ഏലിശ മാത്രമല്ല കടന്നു പോകുന്നത്, ഏലിശയുടെ കൂടെ ഗേഹസി ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ബാഗ് ചുമക്കുന്ന, അല്ലെങ്കിൽ അവനോട് കൂടെ നടക്കുന്ന ഒരു ഗേഹസി കൂടെയുണ്ട്. പക്ഷേ അവൾ ഗേഹസിയെ കണ്ടിട്ട് അവൻ ഒരു ദൈവപുരുഷനെന്ന് അവൾ പറഞ്ഞില്ല. പിന്നെയോ ആ
ഏലിശയെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവൾ പറയുന്നത് അവനൊരു ദൈവപുരുഷനാണ്. അവിടെ ഭർത്താവിനോട് പറയുന്നത് ഈ വഴി കൂടെ കൂടെ പോകുന്ന മനുഷ്യൻ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ നോട്ടം, അവൻ്റെ സംസാരം, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ നടപ്പ് എല്ലാം എന്തിനെ തെളിയിക്കുന്നതാണ്? ദൈവത്തെ തെളിയിക്കുന്നതാണ്. ദൈവനാമം വെളിപ്പെടുത്തുന്നതാണ് അവൻ്റെ ജീവിതമെന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് പറയുന്നു, എൻ്റെ ജീവിതത്തിലൂടെ എനിക്കൊരാഗ്രഹമുണ്ട്. ഒന്ന്, എൻ്റെ ജീവിതത്തിലൂടെ ദൈവനാമം മഹിമപ്പെടണം. രണ്ട്, അവൻ്റെ ജീവിതത്തിൽ അവൻ പറയുന്നത്, എനിക്ക് വീണ്ടും ഒരാഗ്രഹമുണ്ട്. ഞാൻ ജീവിച്ചാലും ഞാൻ മരിച്ചാലും എനിക്ക് ഈ ഒരാഗ്രഹമേ ഉള്ളൂ. ഞാൻ ജീവിക്കുന്നുവോ? എന്നിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാനുണ്ടോ? അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിലൂടെ ദൈവം വലിയ ചെയ്യണം. മാത്രമല്ല അടുത്ത് പറയുന്നത്, ഞാൻ മരിച്ചാലും എൻ്റെ ജീവിതത്തിലൂടെ ദൈവനാമം മഹിമപ്പെടണം. ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വന്നേ. 3-ാം അധ്യായം 4-ാം വാക്യം മുതൽ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും കഴിഞ്ഞ കാലഘട്ടം അവൻ എടുത്തു പറയുന്നുണ്ട്. എനിക്ക് ലോകപ്രകാരമാണെങ്കിൽ പ്രശംസിപ്പാൻ, പുകഴുവാൻ നിങ്ങളെക്കാളൊക്കെ അധികമുണ്ട്. 7 കൂട്ടം കാര്യം പൗലോസ് അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ലോകപ്രകാരം എനിക്ക് ആശ്രയിപ്പാൻ, എനിക്ക് പുകഴുവാൻ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ നേടിയെടുക്കണം. എൻ്റെ ജീവിതം അതിന് കാരണമായി തീരണം. എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് യേശുവിനെ നേടിയെടുക്കണം. അടുത്ത് നാം കാണുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം, അതിനോട് എനിക്ക് ഏകീഭവിച്ച് അവൻ്റെ കഷ്ടങ്ങളിൽ എനിക്ക് പങ്കുള്ളവനായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഒരു സുഖകരമായ ഒരു ജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാനല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ കഷ്ടങ്ങളിൽ എനിക്ക് പങ്കുള്ളവനായി തീരുവാൻ അവൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അവസാനമായി നാം കാണുവാൻ കഴിയുന്നത് അതിൻ്റെ 13-ാം വാക്യത്തിലെ, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഞാൻ ഒന്ന് ചെയ്യുന്നു, പിൻപിലുള്ളതിനെ എല്ലാം ഞാൻ മറക്കുന്നു. മുൻപിലുള്ളതിനെ ഞാൻ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. പിൻപിലുള്ളതെല്ലാം ഞാൻ ചപ്പം തള്ളുന്നു, ഞാൻ ചവറം തള്ളുന്നു. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മുൻപിലുള്ള ഓട്ടം തികയ്ക്കണം. ഞാൻ പിടിച്ചു വന്ന് നിരൂപിക്കുന്നില്ല. പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേയുള്ളൂ. ഫിലിപ്പിയ ലേഖനത്തിൽ അവൻ പറയുന്നു, പിടിച്ചു വന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേയുള്ളൂ. 2 തീമോഥെയോസ് 4:4 വായിക്കുമ്പോൾ ആ പൗലോസ് വിളിച്ചു പറയുന്നു, ഞാൻ നല്ലപോർ പൊരുതു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഒരു നല്ല അന്ത്യം പ്രാപിക്കുവാൻ, ഒരു നല്ല അവസാനം പ്രാപിക്കുവാൻ പൗലോസിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ എനിക്ക് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേയുള്ളൂ. എന്നാൽ തീമോഥെയോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ ഓടിയ പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. അനേകർ ഓർക്കണമേ പ്രിയ ദൈവമക്കളെ, ഈ മരുഭൂമി യാത്രയിൽ തളർന്നു കിടക്കുമ്പോൾ, ക്ഷീണിച്ച് കിടക്കുമ്പോൾ, മുൻപോട്ട് ഓടുവാൻ കഴിയാതിരിക്കുമ്പോൾ, മറ്റുള്ളവരെ നോക്കി നമ്മുടെ വിശ്വാസ ജീവിതത്തെ നാം പുറകോട്ട് തള്ളിക്കളയാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് പരമവിളിയുടെ വിരുന്നിന് വേണ്ടി ലാക്കിലേക്ക് ഓടി ഒടുവിൽ ഇവിടെ കയറി വരുവീൻ എന്നുള്ള ആ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഉണരാം, ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.